ഇന്ത്യ-US വ്യാപാര കരാറിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് ഇന്ന് കിസാൻ മഹാപഞ്ചായത്ത് സംഘടിപ്പിക്കുന്നത്. നിരവധി കർഷകരെയും കർഷക സംഘടനകളെയുമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വ്യാപക പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ്. കിസാൻ ചൗപ്പാൽ എന്ന പേരിട്ടാണ് ഭോപ്പാലിൽ ഇന്ന് ഈ ആദ്യഘട്ട സമരം നടത്തുന്നത്. ഭോപ്പാലിലെ ഈ സമരത്തിന് ശേഷം മധ്യപ്രദേശ്, ബീഹാർ, ജമ്മു കാശ്മീർ, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് കൂടി സമാനമായ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനായിട്ടാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ വ്യാപാര കരാർ അത് കർഷകരെ മറന്നുകൊണ്ടുള്ള ഒരു വ്യാപാര കരാറാണ്. കർഷകർക്കെതിരാണ് ഈ ഒരു വ്യാപാര കരാർ. കർഷകരെ വഞ്ചിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് എന്നുള്ളൊരു കാര്യം ഉയർത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. പ്രധാനമായും താരിഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ട്രംപ് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നു. ഇന്ത്യക്ക് മേൽ വലിയ രീതിയിലുള്ള നികുതികൾ ചുമത്തുന്ന ഒരു സമീപനം ട്രംപിൻ്റെ ഭാഗത്തുകൊണ്ട് സമീപകാലത്തുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പോലും ട്രംപ് പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകരെ കേൾക്കാനോ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനോ പോലും പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല. രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരായിട്ട് പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വ്യാപകമായ ഒരു പ്രതിഷേധത്തിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കരാറുമായി ബന്ധപ്പെട്ട് പ്രധാനമായും കർഷകരെയും ചെറുകിട വ്യാപാരികളെയും പ്രതികൂലമായി ബാധിക്കും എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് അതിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളത് തങ്ങളുടെ കടമയാണ്. പ്രതിപക്ഷ പാർട്ടികളെയെല്ലാം ഒത്തൊരുമിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധവും കൂടി കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്, അത് ആവിഷ്കരിക്കുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. ഇതൊരു ആദ്യഘട്ട സമരമാണ്. ഇതിനുശേഷം ഇത് വ്യാപകമായി വ്യാപിപ്പിക്കാനായിട്ടാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. മധ്യപ്രദേശിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള കർഷകർ ഇന്നീ നടക്കുന്ന സമരത്തിൻ്റെ ഭാഗമാകും. 10,000-ലധികം ആളുകൾ പങ്കെടുക്കുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ സമരത്തിൻ്റെ ഭാഗമാകാനായിട്ട് ഉച്ചയോടുകൂടി ഇവിടെ എത്തിച്ചേരും. ഒരു മണിക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയും 1:30 രാഹുൽ ഗാന്ധിയും ഈ ചടങ്ങിനെ, ഈ പ്രതിഷേധത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്ന് കൂടി കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാന വേദിയാണ് ഈ കാണുന്നത്. ഈ വേദിയിലായിരിക്കും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും എല്ലാം ഈ പ്രതിഷേധത്തിൽ സംസാരിക്കുക എന്നിപ്പോൾ അറിയിച്ചിട്ടുണ്ട്. പ്രതിഷേധം എന്തായാലും വരും ദിവസങ്ങളിൽ വ്യാപകമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കർഷകരെ വഞ്ചിച്ച ഒരു നിലപാടാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും ഈ കരാർ അത് ദേശവിരുദ്ധമാണ് എന്നുള്ളൊരു മുദ്രാവാക്യമാണ് ഈ വേദിക്ക് പുറത്ത് വിവിധ ഇടങ്ങളിൽ കോൺഗ്രസ് ഫ്ലെക്സ് ബോർഡുകളിൽ വെച്ചിരിക്കുന്നത്. കർഷകരുടെ അവകാശങ്ങളിൽ നരേന്ദ്രമോദി കീഴടങ്ങൽ നടത്തി, അതുകൊണ്ട് ഇതൊരു ദേശവിരുദ്ധ കരാറാണ് എന്നാണ് കോൺഗ്രസ് ഈ സമ്മേളനത്തിലൂടെ, ഈ ഒരു പ്രതിഷേധത്തിലൂടെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകാനായിട്ട് നിരവധി കർഷകരും എത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ കർഷകരെ എല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് അവരെ തങ്ങളോടൊപ്പം ചേർത്തുകൊണ്ട് പ്രധാനമന്ത്രിക്കെതിരെ ഒരു പ്രതിഷേധമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്.